കൂട്ടുകാരെ, ഞാൻ വീണ്ടും വന്നിരിക്കുക കേക്ക് റെസിപ്പി ആയിട്ട്. അപ്പൊ ഇന്ന് വന്നിരിക്കുന്നത് ചോക്ലേറ്റ് കേക്ക് ആയിട്ടാണ്. വാഴ വീഡിയോയിലോട്ട് പോകാം. 3/4 കപ്പ് മൈദ, 1/4 കപ്പ് കൊക്കോ പൗഡർ അരിപ്പയിലോട്ടിട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് ഉപ്പ് നന്നായി അരിച്ച് ഒരു പാത്രത്തിലോട്ട് വെക്കുക. 1 ടീസ്പൂൺ എടുത്ത് നന്നായി മിക്സ് ചെയ്ത് അത് മാറ്റി വെക്കുക. ഇനി ഇതിലോട്ട് 4 മുട്ട എടുക്കാം, നന്നായി ബീറ്റ് ചെയ്യാം. ഇനി മിക്സിയിലെ ജാറിലോട്ട് 3/4 കപ്പ് പഞ്ചസാര പൗഡറാക്കി എടുക്കാം. അത് കുറേശ്ശെയായിട്ട് മുട്ട ബീറ്റ് ചെയ്യുന്നതിലോട്ട് ചേർത്ത് കുറേശ്ശെ ബീറ്റ് ചെയ്യാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നന്നായി ബീറ്റ് ചെയ്ത് ഇതിൻ്റെ കളർ ഒരു വൈറ്റ് കളറും ക്രീമി ടെക്സ്ചറും ആവണ വരെ ബീറ്റ് ചെയ്യാം. ഈ സമയം നമുക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. പെട്ടെന്ന് ബീറ്റ് നിർത്താം. ഇനി ഇതിലോട്ട് നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന മൈദ ബാറ്റർ ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ ഒരു 1/4 കപ്പ് പാലും കൂടി മിക്സ് ചെയ്ത് കുറേശ്ശെയായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ മിക്സി കുറേശ്ശെ മൈദ മിക്സും പാലും കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് ഇഡ്ഡലി മാവിനേക്കാളും കുറച്ച് കട്ടിയിൽ നമ്മുടെ മാവ് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു സ്വട്ട് വിനീഗർ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി നമ്മൾ കേക്കിൻ്റെ ടിന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ബട്ടർ പേപ്പറൊക്കെ തിരുകി അതിലോട്ട് ഒഴിച്ച് കൊടുത്ത് 2 തട്ട് അപ്പം അതിൻ്റെ ഉള്ളിലുള്ള ബബിൾസൊക്കെ പോയിക്കോളും. ഞാനൊരു ഓവൻ സെറ്റപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഹൈ ഹീറ്റ് ചെയ്തതാണ്. ഇനി നമ്മൾ അതിലോട്ട് ഇറക്കി വെച്ച് 30 മുതൽ 35 മിനിറ്റ് വരെ വെക്കുക. എൻ്റെ ഈ വീഡിയോ മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 35 മിനിറ്റിന് ശേഷം ഈർക്കിളി കൊണ്ട് കുത്തി നമ്മുടെ കേക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കറക്റ്റായിട്ട് ചെയ്യുക. ഇനി നമ്മൾ ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര നന്നായി തിളപ്പിക്കാനായിട്ട് വെച്ച് അതവിടെ മാറ്റി വയ്ക്കുക. കേക്ക് നമ്മൾ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം തയ്യാറാക്കാം. 2 കപ്പ് വിപ്പിംഗ് ക്രീം നന്നായി ബീറ്റ് ചെയ്യുക. നന്നായി ബീറ്റ് ചെയ്ത് നല്ല ക്രീമായിട്ട് വരുമ്പോൾ നമുക്കിതിൽ 1/4 കപ്പ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 2 വലിയ ടീസ്പൂണാണ്, അതായത് 1/4 കപ്പ് കൊക്കോ പൗഡർ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ക്രീമൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ കുറേശ്ശെയായിട്ട് ഇനി ഡിസൈൻ നിങ്ങൾ ആരും നോക്കണ്ട, എനിക്കിഷ്ടമുള്ള ഡിസൈനാണ് ചെയ്യണത്. എനിക്കറിയില്ല. ആദ്യം നമ്മൾ കേക്കിൻ്റെ ലെയർ വെച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ച് ക്രീം വെച്ച് അങ്ങനെ ഓരോ ലെയറായിട്ട് നമ്മൾ പോയിട്ടിരിക്കുകയാണ്. അടിപൊളി ടേസ്റ്റാന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തോളൂ കേട്ടോ. ആർക്കും ചോക്ലേറ്റ് ഇഷ്ടമില്ലാത്ത ആൾക്കാരൊന്നും ഉണ്ടാവില്ല അല്ലേ. സിമ്പിളായിട്ട് ചെയ്യാം. ഇനിയിപ്പോൾ ബീറ്റർ ഇല്ലയെന്ന് വെച്ചിട്ട് വിഷമിക്കുകയൊന്നും വേണ്ട. മിക്സിയുടെ ജാറിലും അടിച്ച് ഇതുപോലെ നന്നായിട്ട് ചെയ്യാം. ഇതോ എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ട്. ആക്ച്വലായി കേക്ക് ഉണ്ടാക്കിയത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ മോനും മോളും പഠിക്കുന്ന സ്കൂളിലെ ഡാൻസ് ടീച്ചർ അവർ ജോലി കഴിഞ്ഞ് പോവാണ് അവരുടെ നാട്ടിലോട്ട്. അപ്പം അതിന് വേണ്ടി അവർക്ക് ചെറിയൊരു ഗിഫ്റ്റായിട്ട് കൊടുക്കാനാണ്. അപ്പോൾ അത് ടീച്ചർ എടുത്തു പോയി. ഞാൻ കേക്ക് കൊടുത്ത് ടീച്ചർ അത് കട്ട് ചെയ്യാണ്. അവരെ ഡാൻസ് ക്ലാസ്സിൽ വെച്ച് കട്ട് ചെയ്ത് പിള്ളേർക്കൊക്കെ ടീച്ചർ കൊടുത്ത് അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിള്ളേരും ഹാപ്പി, ടീച്ചറും ഹാപ്പി. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. എനിക്കും ഭയങ്കര ഹാപ്പിയായി. ഞാൻ വീട്ടിലുണ്ടാക്കാവുന്ന അത്രയേ ഉള്ളൂ എനിക്ക് കേക്കിനെ കുറിച്ചുള്ള അറിവ്. കാരണം ഞാൻ ബേക്കിംഗ് ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഞാൻ നന്നായിട്ട് ഉണ്ടാക്കിയെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അപ്പം ഇനിയും പുതിയ വീഡിയോ ആയിട്ട് വരാട്ടെ. ബൈ.